ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോടെക്നോളജി യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ആണ്. നിങ്ങൾ എല്ലാവരും ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇപ്പം മിസ് വന്നിട്ടുള്ളത് ബയോടെക്നോളജിന്റെ യൂണിറ്റിൽ, അതായത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഈ രണ്ട് ചാപ്റ്ററിൽ നമുക്ക് എല്ലാം പഠിക്കാനുള്ള ഓൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾ ഈ ഒരു യൂണിറ്റ് സെറ്റ് ആകും. അപ്പോൾ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത്, ഏതൊരു ഏരിയ ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ മാക്സിമം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻസ് ആൻഡ് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് സൂപ്പർ 60ലാണ്, 23 വൈകിട്ടാണ് നമ്മുടെ ലൈവ് വരുന്നത്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കി പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന, നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐഡന്റിഫൈ ദ പ്രോസസ്, റൈറ്റ് ദി സ്റ്റെപ്സ് ഓഫ് ദിസ് പ്രോസസ്, വാട്ട് ഈസ് എ പ്രൈമർ എന്നാണ് ചോദ്യം അല്ലെ. ഇവിടെ തന്നിട്ടുള്ളതിൽ ഇത് ഏതാ പ്രോസസ് എന്ന് ചോദിക്കുന്നുണ്ട്. റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് പ്രോസസ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് പ്രൈമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഒരു DNA അത് ഹീറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ആ രണ്ട് സ്ട്രാൻഡിനെയും ബ്രേക്ക് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് സിംഗിൾ സ്ട്രാൻഡ് ആക്കി മാറ്റുന്നു. അത് കഴിഞ്ഞിട്ടോ ആ ഓരോ സ്ട്രാൻഡിലേക്കും എക്സ്ട്രാ ഒരു അഡീഷണൽ സ്ട്രാൻഡും കൂടെ വരിക. അതായത് നമുക്ക് മനസ്സിലാകും എന്താണ്, ഒരു DNAയിൽ നിന്നും മൾട്ടിപ്പിൾ DNAs ഉണ്ടാക്കിയെടുക്കാൻ. ദാറ്റ് മീൻസ് DNA റെപ്ലിക്കേഷൻ ആണ്. അപ്പൊ DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ DNA മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് നമ്മൾ ബയോടെക്നോളജിയിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പം ഐഡന്റിഫൈ ദ പ്രോസസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇത് ഏത് പ്രോസസ് ആണ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് ദിസ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നമ്മൾ 3 സ്റ്റെപ്പ് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഡീനാച്ചുറേഷൻ എന്നാണ് നമ്മൾ പറയാ, ഡീനാച്ചുറേഷൻ. രണ്ടാമത്തേതിനെ നമ്മൾ പറയുന്നത് എന്താണ്, അനീലിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് മൂന്നാമത്തതിനെ നമ്മൾ പറയുന്നത് എക്സ്റ്റൻഷൻ എന്നാണ് പറയുന്നത്. അപ്പം പ്രോസസ്സ് കിട്ടി, എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്, DNA ഫ്രാഗ്മെന്റ്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ കോപ്പീസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം പോളിമറൈസ് എൻസൈം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ചെയിൻ ആയിട്ടുള്ള റിയാക്ഷൻ ആയതുകൊണ്ടാണ് എന്ത് നമ്മൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെ, ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നടത്തുമ്പോൾ നമ്മളൊരു പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പ്രൈമർ, വാട്ട് ഈസ് എ പ്രൈമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ് ദാറ്റ് ആർ കോംപ്ലിമെന്ററി ടു ദ റീജിയൻസ് ഓഫ് DNA. അതായത് DNA നമ്മൾ പറയുമ്പോൾ 3' to 5', 5' to 3', ഇങ്ങനെയാണ് 2 സ്ട്രാൻഡ്സ് ഉള്ളത്. ഈ ഒരു DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടെങ്കിൽ GAATTC ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിന് പാരലൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനോട് മാച്ച് ആവുന്ന ഒളിഗോന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, വിച്ച് ഈസ് കോംപ്ലിമെന്ററി ടു ദ റീജിയൻസ് ഓഫ് DNA. അപ്പം ഇവിടെ GATC എന്നാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഗ്വാനിൻ ആണെങ്കിൽ ഗ്വാനിനോട് ഓപ്പോസിറ്റ് തന്നെ വരുന്ന CTAG എന്ന് പറയുന്ന ആ DNAക്ക് കോംപ്ലിമെന്ററി ആയിട്ടൊരു സീക്വൻസ് വിച്ച് ഈസ് സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ്സിനെയാണ് നമ്മൾ പ്രൈമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, റെപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുന്നത് എന്നും കൂടെ ഓർത്ത് വെക്കുക. ഇതാണ് PCR ടെക്നിക്ക് എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ RDNA ടെക്നോളജി ആർ ഗിവൻ ബിലോ, അറേഞ്ച് ദം ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. നമുക്ക് RDNA ടെക്നോളജിന്റെ പല സ്റ്റെപ്പുകൾ തന്നിട്ട് അതിന്റെ സീക്വൻസസ് കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ എഴുതാൻ പഠിക്കണമല്ലോ, വേണം. അപ്പൊ നോക്കിക്കേ, ligation of DNA fragment into vector, culturing of host cell in a medium at a large scale, isolation of DNA, transferring the RDNA into the host, fragmentation of DNA, isolation of desired DNA fragment. പല ഫ്രാഗ്മെന്റുകളായിട്ട് മീൻസ് സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേണ്ട ഒരു DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡിസൈർഡ് ക്യാരക്ടർ ആയിട്ടുള്ള നമുക്ക് വേണ്ടത് എന്ത് ക്യാരക്ടറുള്ള DNA ആണോ അതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേതോ ആ DNA എടുത്താൽ മാത്രം പോരാ, ആ DNA ഏത് സ്പെസിഫിക് സീക്വൻസ് നമുക്ക് വേണ്ടതെന്ന് അറിയാം. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രാഗ്മെന്റേഷൻ ചെയ്യും. അതിനെ പീസ് ആക്കുന്നതാണ് ഫ്രാഗ്മെന്റേഷൻ. പിന്നീടോ ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് DNA ഫ്രാഗ്മെന്റ്. ഒരു വലിയ DNA ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു DNA കിടപ്പുണ്ടെങ്കിൽ അതിൽ ഇന്ന ഫ്രാഗ്മെന്റ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റിനെ സെലക്ട് ചെയ്യണം. അതാണ് ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് DNA ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെയോ ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ഇൻ ടു വെക്ടർ.
ഈ തന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യിക്കണം. ഇതാണ് DNA ഫ്രാഗ്മെന്റ് എങ്കിൽ അത് വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യിക്കണം, എന്നാലാണ് നമുക്ക് റീകോമിനന്റ് DNA ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. പിന്നെയോ ഈ rDNA നമ്മൾ ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് കൾച്ചറിങ് ഓഫ് ഹോസ്റ്റ് സെൽ ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ. ആ ഹോസ്റ്റിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൾച്ചർ ചെയ്തെടുത്തിട്ട് നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരണം. ഇതാണ് റീകോമിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്പ്. ചോദിക്കാറുള്ളതാണ്, ചോദ്യം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആദ്യം തൊട്ടേ കാണുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലോ, ഐഡന്റിഫൈ ദ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഫിഗർ, റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ഏതാ മക്കളെ ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാം, ബയോ റിയാക്ടർ ആണ് അല്ലെ. തന്നിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ബയോ റിയാക്ടർ ആണ്. എന്താ ഇതിന്റെ ഒരു മെയിൻ യൂസ്? മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും എൻസൈംസോ കെമിക്കൽസോ ഒക്കെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഈ ഒരു ബയോ റിയാക്ടർ അല്ലെങ്കിൽ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും എഴുതിയാൽ മതി, സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ അല്ലെങ്കിൽ ബയോ റിയാക്ടർ എന്ന് എഴുതാം. നമുക്ക് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് യൂസ് എന്താണ്, ലാർജ് വോളിയൂംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെയോ ഇതിന് പ്രത്യേകമായിട്ട് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഒപ്റ്റിമം ഗ്രോത്ത് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ദ സ്മോൾ വോളിയൂംസ് ഓഫ് കൾച്ചർ ക്യാൻ ബി വിത്ഡ്രോൺ പീരിയോഡിക്കലി. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് സാമ്പിൾ വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള എൻസൈംസ് കെമിക്കൽസ് ഒക്കെ ബയോ റിയാക്ടർ വഴി ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ബയോ റിയാക്ടറിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ മിസ്സിംഗ് ഫീച്ചർ ഓഫ് എ ക്ലോണിംഗ് വെക്ടർ. റിക്കഗ്നീഷൻ സൈറ്റ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈം വേണം. പിന്നെയോ സെലക്ടബിൾ മാർക്കർ ഉണ്ടായിരിക്കണം. അടുത്തത് എന്താ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് അല്ലെ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് അല്ലെങ്കിൽ ORI സൈറ്റ് എന്ന് നമ്മൾ പറയും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ്. അപ്പം റെപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യാനുള്ള ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റും കൂടെ എവിടെ വേണം, ക്ലോണിംഗ് വെക്ടറിന് വേണം. അപ്പോൾ ക്ലോണിംഗ് വെക്ടറിന്റെ 3 ഫീച്ചേഴ്സ് മറക്കണ്ട, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ. DNA ഫ്രാഗ്മെന്റ്സ് വിത്ത് സെയിം കൈൻഡ് ഓഫ് സ്റ്റിക്കി എൻഡ്സ് ക്യാൻ ബി ജോയിൻഡ് ബൈ. DNA ഫ്രാഗ്മെന്റ്സ് അതും എന്താണ്, സ്റ്റിക്കി എൻഡ്സ് ഉള്ള, സ്റ്റിക്കി എൻഡ്സിനെ ജോയിൻ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അതിന് സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഇവർ ജോയിൻ ചെയ്യിക്കാനുള്ളതാണ്. അപ്പൊ DNA ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ ഒട്ടിച്ച് ചേർക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. അങ്ങനെയുള്ളത് ആരാ, നമ്മുടെ ലിക്കേസ് ആണ് അല്ലെ. DNA രണ്ട് പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കാൻ ഗ്ലൂ ആയിട്ട് മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്നത് ഏതാണ്, നമ്മുടെ ലിക്കേസ് ആണ്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ സിസേഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്, നമ്മുടെ എൻഡോന്യൂക്ലിയസ് എക്സോന്യൂക്ലിയസ് എൻസൈംസ് ആണ് അല്ലെ. ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റഡ്. അതാരാ, നമ്മുടെ ഹൈൻഡ് 2 ആണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് കേട്ടോ. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് റീകോമിനന്റ് പ്രോട്ടീൻ. ആരാ, നമ്മുടെ ബയോ റിയാക്ടർ അല്ലെ. നമ്മുടെ ബയോ റിയാക്ടർ ആണ്. നെക്സ്റ്റ് വൺ, നെയിം ദ ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. നമ്മൾ റെപ്ലിക്കേഷൻ പഠിച്ചു, ലാർജ് വോളിയത്തിൽ ഉണ്ടാക്കുന്ന പഠിച്ചു. ഇനി ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ്. DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലെ. ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയും. കാരണം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് എന്താണ്, അഗാരോസ് ആണ്. അപ്പം ഇതും ഓർത്ത് വെക്കണേ. ഇതിനെക്കുറിച്ച് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും വരാറുണ്ട്. Polymerase chain reaction is a technique used to rDNA technology. Write the function of PCR in rDNA technology. Name the thermostable polymerase enzyme used in PCR. എന്തിനാണ് PCR? നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്, മൾട്ടിപ്പിൾ കോപ്പീസ്, ജീനിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാനാണ്. ആൻഡ് ഇവിടെ എന്താണ് എൻസൈം യൂസ് ചെയ്യുന്നത്, ടാഗ് പോളിമറേസ് എൻസൈം ആണ്. ഇപ്പൊ DNA മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ PCR യൂസ് ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഏതാണ്, ടാഗ് പോളിമറേസ് എൻസൈം ആണ്. എവിടുന്ന, ഏത് ബാക്ടീരിയയിൽ നിന്നാണ് എടുക്കുന്നത്, തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഈ ഒരു ബാക്ടീരിയയുടെ പേരും കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. Observe the diagram, identify the cloning vector, write 3 characteristic features of a cloning vector. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്ലോണിംഗ് വെക്ടർ യൂസ് ചെയ്യുന്നത്, നമുക്ക് വേണ്ട ആ ജീനിനെ എന്ത് ചെയ്യണം, ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ വെക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെക്ടർ എന്ന് പറയുമ്പോൾ ക്ലോണിംഗ് വെക്ടേഴ്സിനെ എടുക്കുമ്പോൾ അതിന് പ്രത്യേക തരത്തിൽ 3 ഫീച്ചേഴ്സ് വേണം. സെലക്ടബിൾ മാർക്കർ വേണം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് വേണം, അത് മാത്രമല്ല ക്ലോണിംഗ് സൈറ്റുകളും വേണം. സോ വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന് ഈ ഒരു ഇതാണ് വേണ്ടത്. ആൻഡ് ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെച്ചോളൂ. ഇതിനെ നമ്മൾ പറയുന്നത് എന്താ, PBR322 എന്നാണ് അല്ലെ. ക്ലോണിംഗ് വെക്ടർ ആണ് PBR322. ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മനസ്സിലാക്കണേ.
Which is the thermostable enzyme used in PCR? Name the bacterium from which the enzyme. അതേതാ Thermus aquatics എന്ന ബാക്ടീരിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ടാഗ് പോളിമറേസ് എൻസൈം ആണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്. നമ്മൾ ബയോടെക്നോളജിയിൽ അല്ലെങ്കിൽ ബയോ റിയാക്ടർ എടുത്ത് കഴിയുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് പലതരത്തിലുള്ള പ്രോസസ്സിലൂടെ കഴിഞ്ഞു കഴിയുമ്പം സീരീസ് ഓഫ് പ്രോസസ് ബിഫോർ ഇറ്റ് ഇസ് റെഡി ടു മാർക്കറ്റിംഗിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സേഫ്റ്റി ടെസ്റ്റ് നടത്തണം. സോ പ്രോസസ് ഇൻക്ലൂഡ് സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ, പ്രോഡക്റ്റ് ഹാസ് ടു ബി ഫോർമുലേറ്റ് വിത്ത് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്. സോ ക്ലിനിക്കൽ ട്രയൽ ആസ് ഇൻ കേസ് ഓഫ് ഡ്രഗ്, സ്ട്രിക്ട് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ഫോർ ഈച്ച് പ്രോഡക്റ്റ്. എന്തൊരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാലും അത് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ, കമേഴ്ഷ്യൽ യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളത് സേഫ്റ്റായിട്ട് സെക്യൂർഡ് ചെയ്യണം. അപ്പം ക്വാളിറ്റി കൺട്രോൾ ചെക്കിംഗ് ഒക്കെ ചെയ്യുന്ന പ്രോസസ്സാണ്. അതിൽ പ്യൂരിഫിക്കേഷൻ, സെപ്പറേഷൻ പ്രോസസ്സ് ഒക്കെ നടക്കും. അതാണ് എന്ത് ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. EcoR1 is an example of restriction enzyme. List out the criteria for naming a restriction enzyme. നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേര് എങ്ങനെ കൊടുക്കുന്നു എന്നാണ് ചോദ്യം. എങ്ങനെയാ? നമുക്കറിയാം E ഉണ്ട്, CoR1 അല്ലെ, ഈസ്റ്ററേഷ്യ കോളെ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം E എന്ന് പറയുന്നത് എന്താ? അതിന്റെ ജീനസ് നെയിം. കോളെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് ദി സ്പീഷ്യസ് നെയിം. R എന്ന് പറയുന്നത് എന്താ? ഏത് സ്ട്രെയിനിൽ നിന്നാണ് ഇത് എടുത്തത് എന്നുള്ളതാണ്. ആൻഡ് ദ ഓർഡർ ഓഫ് ദി ഐസൊലേഷൻ അല്ലെ. ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ജീനസ് നെയിം ഓഫ് ദ ബാക്ടീരിയ ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് ദ സ്പീഷ്യസ് ആണ്. ഫോർത്ത് ലെറ്റർ എവിടെ നിന്നാണ്? derived from the strain of the bacteria. എത്രാമത്തെ സ്ട്രെയിനിൽ നിന്ന് എടുത്തു? റോമൻ നമ്പർ മീൻ ചെയ്യുന്നത് എന്താണ്? ദ ഓർഡർ ഇൻ വിച്ച് ദ എൻസൈം ഈസ് ഐസൊലേറ്റഡ്. ആ ഓർഡർ ഓഫ് ദി ഐസൊലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പേരിടൽ ചടങ്ങ് എങ്ങനെയാണെന്നും കൂടെ എന്ത് ചെയ്യുക? ഇത് പഠിക്കണം. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Observe the nucleotide sequence given below. Name this kind of nucleotide sequence. Define the sequence. കാണുന്നുണ്ടല്ലോ, GAATTC അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേപോലെ ഇരിക്കുന്നു. ഇവരെ നമ്മൾ പറയുന്നത് പാലിൻഡ്രോമിക് സീക്വൻസസ് ആണ്. നമ്മൾ മലയാളം എഴുതുമ്പോൾ എന്താ? റൈറ്റ് ടു ലെഫ്റ്റ് വായിച്ചാലും ലെഫ്റ്റ് ടു റൈറ്റ് വായിച്ചാലും ഒരേപോലെ ഇരിക്കുന്നു അല്ലെ. പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ദ സീക്വൻസ് ഇൻ എ DNA ഓഫ് ദ ബേസ് പെയർ ദാറ്റ് റീഡ് സെയിം ഓൺ 2 സ്റ്റാൻഡ് ഓൺ ദ സെയിം ഡയറക്ഷൻ. നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും ഒരേപോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്നതിനെയാണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സീക്വൻസ് പഠിച്ചാൽ മതി, GATTC കേട്ടോ. അപ്പം ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് പ്രോസസ് ഗിവൺ ഇൻ ഫിഗർ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടാഗ് പോളിമറേസ് എൻസൈം യൂസ് ചെയ്യുന്നു. ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ RNA ടെക്നോളജി ആർ ഗിവൺ. ഇതിന്റെ ഓർഡർ നമ്മൾ എഴുതാൻ പഠിച്ചതാണ്. ഇപ്പോൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൽ ഈ ഒരു ഓർഡറിംഗ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഹൗ ക്യാൻ വി വിഷ്വലൈസ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്? ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു അഗാറോ ജെൽ മീഡിയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും? DNA കടത്തി വിടുന്ന ഈ വെൽസിൽ DNA ഇടും. ആ ഒരു സൊല്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യും? ഇവിടുന്ന് ഈ ഒരു ചാർജ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചാർജ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? DNA ഫ്രാഗ്മെന്റ്സ് അതിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ആനോഡ് ടു കാഥോഡ് ഇത് മൂവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ സെപ്പറേഷൻ നടക്കും. എന്നിട്ടോ നമ്മൾ എത്തിറ്റിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഇവരെ സ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് അൾട്രാ വയലറ്റ് റേസിൽ നമുക്ക് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ ഇവരെ കാണാൻ പറ്റും. സോ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഓൺലി ആഫ്റ്റർ സ്റ്റെയിനിങ് ദ DNA വിത്ത് കോമ്പൗണ്ട് നോൺ ആസ് എത്തിറ്റിയം ബ്രോമൈഡ്. ഈ എത്തിറ്റിയം ബ്രോമൈഡ് സ്റ്റെയിൻ ചെയ്ത് അതിനെ നമ്മൾ UV റേഡിയേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്കത് കണ്ണുകൊണ്ട് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുന്നത്. അപ്പം എങ്ങനെ വിഷ്വലൈസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഓർക്കണം, സ്റ്റെയിനിങ് വിത്ത് എത്തിറ്റിയം ബ്രോമൈഡ് ആൻഡ് ഫോളോഡ് ബൈ ദ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. UV ലൈറ്റിന്റെ കീഴിൽ വെക്കുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ് DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എല്യൂഷൻ എന്നും കൂടെ പറയും. അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ ഇതിൽ പഠിച്ചു വെക്കേണ്ടതാണ്. ഒന്നുപോലും വിട്ടുപോകരുത് കേട്ടോ. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഒരു വെൽസിൽ നിന്നും ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ഇതിങ്ങനെ പോകും. അപ്പോൾ ഈ പ്രോസസ്സിനെ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയും. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ എന്ത് പറയും? എല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, പാലിൻഡ്രോം സീക്വൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചോദ്യം. ഇല്ലസ്ട്രേറ്റ് ഹൗ EcoR1 can cut in given nucleotide sequence. Write the significance of sticky ends. ഇവിടെ നമുക്ക് ബേസ് പെയർ G and A യിൽ നിന്നാണ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റിക്കി എൻഡ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് അത് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യാൻ, ഇത് ലിഗേസ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഈ സ്റ്റിക്കി എൻഡ്സ് ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും.
സോ നമ്മൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ചാപ്റ്ററിലെയാണ്. അപ്പോൾ ബയോടെക്നോളജിയിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യൂറേറ്റീവ് മെത്തേഡ് ഓഫ് ADA ഡെഫിഷ്യൻസി? ADA ഡെഫിഷ്യൻസിയിൽ ഒരു ക്യൂറേറ്റീവ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? LIC ഉണ്ട്, ഓട്ടോ റേഡിയോഗ്രഫി ഉണ്ട്, PCR ഉണ്ട്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ADA ഡെഫിഷ്യൻസി ക്യൂറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻ, നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മിസ് കമന്റ് ചെയ്യാൻ തരികയാണ്, അത് നിങ്ങൾ ആൻസർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡസ് BT സ്റ്റാൻഡ് ഫോർ? BT കോട്ടൺ. BT എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബാക്ടീരിയയുടെ പേരാണ് അല്ലെ. ബാസിലസ് തുറിഞ്ചിയൻസസ് ആണ് നമ്മുടെ ബാക്ടീരിയയുടെ പേര്. അതിനെയാണ് BT എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ആനിമൽസ് ദാറ്റ് ഹാവ് ദെയർ DNA altered and express a foreign gene. DNA ഓൾട്ടർ ചെയ്ത് അതിലെന്ത് ചെയ്യുന്നു? ഫോറിൻ ജീൻ എക്സ്പ്രസ് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസ്ജെനിക് ആനിമൽസ് എന്നാണ് കേട്ടോ, മറന്നു പോകരുത്. ട്രാൻസ്ജെനിക് ആനിമൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി എലൈസയുടെ ഫുൾ ഫോം ചോദിക്കുന്നുണ്ട്. എലൈസയുടെ ഫുൾ ഫോം എങ്ങനെയാ വരിക? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. നമ്മൾ എലൈസ ടെസ്റ്റ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഈ HIV ഒക്കെ ടെസ്റ്റിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണിത്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നാണ് ഈ ഒരു ടെസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് എ കറക്റ്റ് ആൻസർ എ മോളിക്കുലർ ഡയഗ്നോസിസ് ടെക്നിക് ദാറ്റ് വർക്ക്സ് ഓൺ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ്. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ ഇതിൽ ഏത് പ്രോസസ്സാണ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. PCR ഉണ്ട്, DNA ടെക്നോളജി ഉണ്ട്, LIC ഉണ്ട്, ഓട്ടോ റേഡിയോഗ്രഫി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? നമ്മുടെ LIC ആണ് അല്ലെ. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ വഴി വരുന്നത് LIC ആണ്. നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ ദാറ്റ് പ്രൊഡ്യൂസ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് വിത്ത് ആൽഫ ലാക്ടോഅൽബുമിൻ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ ആരാണ്? നമ്മുടെ റോസി ആണ് അല്ലെ. റോസി കുട്ടിയാണ് എന്ന് ഓർത്ത് വെക്കുക. നെയിം ദ ക്രൈജീൻ ദാറ്റ് കൺട്രോൾ കോൺ ബോറർ ഇൻസെക്ട്. നമ്മൾ രണ്ടെണ്ണം പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ക്രൈ 1AB ആണ് കോൺ ബോററിന് വേണ്ടിയിട്ട് ഉള്ളത്. ക്രൈ 1AC-യും ക്രൈ 2AB-യുമാണ് കോട്ടൺ ബുൾവേമിന് വേണ്ടിയിട്ടുള്ളത്, കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ജീൻസിന്റെ പേര് മറന്നു പോകരുത്. ഇത് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്, വരാൻ ചാൻസ് ഉള്ളത് ഒന്നും കൂടിയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആനിമൽസ് ഹാവ് ഹാഡ് ദെയർ DNA മാനിപ്പുലേറ്റ് ടു പൊസസ് ആൻഡ് എക്സ്പ്രസ് എക്സ്ട്രാ ജീൻ എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ട്രാൻസ്ജെനിക് ആനിമൽ തന്നെയാണ് കേട്ടോ. ട്രാൻസ്ജെനിക് ആനിമൽ. അപ്പൊ ഇത് പല രീതിയിൽ ചോദിക്കും. ഒബ്സർവ് ദ ഡയഗ്രാം. ആൻസർ A ആൻഡ് B ആണ്. A എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പ്രോ ഇൻസുലിൻ ആണ്. B എന്ന് പറയുന്നത് നമ്മുടെ മെച്യൂർ ഇൻസുലിൻ ആണ്. അപ്പൊ എന്താ ഇവരുടെ വ്യത്യാസം എന്ന് നോക്കുകയെ. പ്രോ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ A ചെയിൻ, B ചെയിൻ, C ചെയിൻ ഉണ്ട്. എന്നാൽ ഇവിടെ മെച്യൂർ ഇൻസുലിൻ ആകുമ്പോഴോ A, B ചെയിൻ മാത്രമേ ഉള്ളൂ. C പെപ്റ്റൈഡിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മെച്യൂർ ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഐഡന്റിഫൈ 1, 2 and 3 ഹൗ ഡു ഡെയിലി കമ്പനി ഓവർകം ദ പ്രോബ്ലംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെയാ? ഇത് നമ്മുടെ A ചെയിൻ, ഇത് B ചെയിൻ, ഇത് C ചെയിൻ. എങ്ങനെയായി ഓവർകം ചെയ്തത്? അവര് സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന സ്ലോട്ടർ ആനിമൽസ് എന്നൊക്കെ എടുത്താൽ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ എലി ലില്ലി കമ്പനി എന്ത് ചെയ്തു? ഈ ഒരു ഹോർമോൺ ഉണ്ടാക്കാൻ തുടങ്ങി. സോ DNA സീക്വൻസ് കറസ്പോണ്ടിങ് ടു A and B ചെയിൻസ് ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്ത് പ്ലാസ്മിഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ടോ അത് ഇൻസുലിൻ ചെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൾട്ടിപ്പിൾ ഇൻസുലിൻ ചെയിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടോ അവരെ പിന്നെ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യാൻ തുടങ്ങി? ഡൈസൾഫൈഡ് ചെയിൻസ് വഴി അല്ലെങ്കിൽ ബോണ്ട് വഴി യോജിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് മെച്യൂർ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. Explain the terms micropropagation and totipotency. എന്താ ഈ മൈക്രോപ്രൊപ്പഗേഷൻ, ടോട്ടിപൊട്ടൻസി? മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്. നമുക്ക് ടിഷ്യൂ കൾച്ചർ എന്താണെന്നറിയാം. ഒരു ചെറിയ എക്സ്പ്ലാന്റിൽ നിന്നും ഓൾ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ടിഷ്യൂ കൾച്ചർ. അപ്പൊ അത് നമുക്കൊരു ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കാം. നമുക്കൊരു 1000, 10,000 പ്ലാന്റ്സിന് അങ്ങനെ ഉണ്ടാക്കാമെങ്കിൽ ദാറ്റ് ഈസ് മൈക്രോപ്രൊപ്പഗേഷൻ. മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചറിനെയാണ് നമ്മൾ മൈക്രോപ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത് ഈ ഒരു കഴിവാണ് അല്ലെ. പ്ലാന്റ്സിനൊരു കപ്പാസിറ്റി ഉണ്ട്. എന്ത് കപ്പാസിറ്റി? ചെറിയൊരു ക്യാരറ്റ് കഷ്ണത്തിൽ നിന്ന് ഒരു വലിയ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് പ്ലാന്റിന് ടോട്ടിപൊട്ടൻസി എന്ന കഴിവുള്ളത് കൊണ്ടാണ്. സോ ദ കപ്പാസിറ്റി ഓഫ് ടു ജനറേറ്റ് ഹോൾ പ്ലാന്റ് ഫ്രം സെൽ, ആ ഒരു കഴിവാണ് എക്സ് അല്ലേ നമ്മൾ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. അവ എക്സ് പ്ലാന്റിൽ നിന്ന് ഹോൾ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവിനെ ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നു.
ഡിഫൈൻ ട്രാൻസ്ജനിക് ആനിമൽ, റൈറ്റ് ഇൻ 2 യൂസസ് ആണ്. എന്തൊക്കെയാണ് യൂസസ് നമുക്കറിയാം. ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ DNA മാനിപ്പുലേറ്റ് ചെയ്ത് ഫോറിൻ ജീനിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നവരാണ്. അങ്ങനെയുള്ളതാണ് നമ്മൾ പറയുന്ന റോസിയും പലതരത്തിലുള്ള റാറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് നോർമൽ ഫിസിയോളജി പഠിക്കാൻ, ഡിസീസിനെ കുറിച്ച് പഠിക്കാൻ, ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ, അതുപോലെ തന്നെ വാക്സിൻ സേഫ്റ്റി, കെമിക്കൽ സേഫ്റ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെയാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിക്കേ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. BT കോട്ടൺ, മെലോയിഡ് ഇൻകോഗ്നിഷൻ, ജീൻ തെറാപ്പി, എലൈസ. BT കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ആള്. BT കോട്ടൺ എന്ന് പറയുമ്പം ക്രൈ ജീൻ ആണ് വരുന്നത്. BT കോട്ടൺ ക്രൈജീൻ ആണ് അല്ലെ. ഇനി BT കോട്ടൺ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രൈജീൻ വെച്ചിട്ടാണ്. മെലഡോയിൻ ഇൻകോഗ്നീഷൻ എന്ന് പറയുന്ന 6 ഇന്റർഫറൻസിൽ നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ ജീൻ തെറാപ്പി, എലൈസ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ, ജീൻ തെറാപ്പി ADA ഡെഫിഷ്യൻസി ആണ്. അപ്പോൾ ഈ ടേംസ് കാണുമ്പോൾ മനസ്സിലാക്കി വെച്ചോളൂ, കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. റൈറ്റ് 3 യൂസസ് ഓഫ് ട്രാൻസ്ജനിക് ആനിമൽസ്. നമ്മൾ പറഞ്ഞത് തന്നെ നോർമൽ ഫിസിയോളജി ഡെവലപ്മെന്റ് പഠിക്കുക, ഡിസീസസ് പഠിക്കുക, കെമിക്കൽ സേഫ്റ്റി, വാക്സിൻ സേഫ്റ്റി പഠിക്കാനായിട്ട് ഇതൊക്കെയാണ്. Genetically modified plants have been useful in many ways. Right, 3 advantage of genetically modification plant. എന്തൊക്കെയാണ് ഇതുപോലത്തെ GMO ക്രോപ്സിന്റെ അഡ്വാൻറ്റേജ്? നമുക്ക് എന്ത് ചെയ്യാം, അബയോട്ടിക് സ്ട്രെസ്സിൽ നിന്നൊക്കെ ടോളറേറ്റ് ചെയ്യാൻ നമുക്ക് ക്രോപ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. റെഡ്യൂസ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അല്ലെ. ഈ ഒരു ഹാർവെസ്റ്റ് ലോസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും എഫിഷ്യൻസി കൂട്ടാനൊക്കെ നമുക്കിത് ഹെൽപ്പ് ആകും. എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ, ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള പ്ലാന്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓൾട്ടർനേറ്റീവ് റിസോഴ്സസ് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ചസ്, ഫ്യൂവൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനൊക്കെ GMO ക്രോപ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ പ്രോസസ്സ്, ആപ്ലിക്കേഷൻസ് 2 ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതല്ല, ഇതിൽ കൂടുതൽ റീസെൻ്റ്ലി വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യും. സോ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ടിൽ ദെൻ ബൈ.